ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാർദ്ധക്യം എങ്ങനെ മന്ദഗതിയിലാക്കാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം യുവത്വം എങ്ങനെ നിലനിർത്താം എന്നും ചിന്തിക്കാം. അപ്പൊ നമുക്കൊരു ഇത് തോന്നും, വാർദ്ധക്യം എങ്ങനെയാണ് മന്ദഗതിയിലാക്കുന്നത്? നമുക്ക് എങ്ങനെയായാലും മരണം വരും അല്ലെ? ജനിച്ചാൽ എന്തായാലും മരണമുണ്ട്, നമുക്കറിയാം. എങ്കിലും യുവത്വം നിലനിർത്തിക്കൊണ്ട് എങ്ങനെ മരണം വരെ നല്ല ആരോഗ്യത്തോടെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പൊ എന്താണ് വാർദ്ധക്യം? വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോശങ്ങളുടെ കാലക്രമേണയുള്ള ഒരു ക്ഷീണമാണ്, ക്ഷയിക്കുന്ന അവസ്ഥ. അത് വരുന്നത് ഒരു ജൈവ പ്രക്രിയയാണ്, അത് സ്വാഭാവികമാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗവും ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് നമ്മുടെ കണ്ണിൽ നോക്കുമ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന്റെ അല്ലെങ്കിൽ ചർമ്മത്തിന്റെ ചുളിവുകളും മുടിയിലെ നരയും അങ്ങനെയൊക്കെ മാത്രമായിരിക്കും. നട്ടലിന്റെ വളവും അല്ലെങ്കിൽ എന്ത് പറയാം, നമുക്ക് മുട്ടിന്റെ വേദനയും നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ഇതൊക്കെ ആയിരിക്കാം നമ്മൾ വയസ്സായി അവര് വയസ്സായി എന്ന് തീരുമാനമെടുക്കുന്നത്. എന്നാൽ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഓർഗൻസും ഓരോ അവയവങ്ങൾക്കും ഇതേപോലെ തന്നെ ഏജിങ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 40 വയസ്സുള്ള ഒരു ആളുടെ ലിവർ അവർ കണ്ടിന്യൂസ് ആയിട്ട് മദ്യപിക്കുകയാണെങ്കിൽ ലിവറിന്റെ വയസ്സ് 60ഉം ആളുടെ വയസ്സ് 40ഉമായിരിക്കാം. അതുപോലെ പുകവലിയുള്ള ഒരു മനുഷ്യന്റെ ലങ്സ് എടുത്താൽ ലങ്സിന്റെ വയസ്സ് 60ഉം മനുഷ്യന്റെ വയസ്സ് 40ഉമായിരിക്കാം. അപ്പൊ അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ. നമ്മുടെ ഓരോ അവയവങ്ങൾക്കും ഏജിങ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മളൊക്കെ ചെറുപ്പത്തിൽ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമാണ്. പിന്നീട് അങ്ങോട്ട് ഒരു 40 വയസ്സ് കഴിയുമ്പോൾ ഓരോ ബർത്ത്ഡേ വരുമ്പോഴും അയ്യോ ഞാൻ വയസ്സായല്ലോ, അല്ലെങ്കിൽ ഒരു ഏജും കൂടിയും, അതായത് വയസ്സും കൂടിയും എനിക്ക് കൂടിയല്ലോ എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാവുന്നത് എന്തൊക്കെയായിരിക്കാം ഇതിന്റെ ലക്ഷണങ്ങൾ, വയസ്സായി എന്നതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം. ആദ്യം പറയേണ്ടത് എന്താണ്, നമുക്ക് നോക്കുവാണെങ്കിൽ ഏറ്റവും ആദ്യം ഉള്ളത് സ്കിന്നിന്റെ ചുളിവ്, അതേപോലെ മുടിക്ക് വരുന്ന നര, പിന്നെ എന്താണ്, മുട്ടിന് വേദന, സന്ധിയുടെ പിടുത്തം, അതായത് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ക്ഷീണം, ഊർജമില്ലാത്ത അവസ്ഥ. അതുപോലെ തന്നെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് ഇങ്ങനെ ക്ഷീണിച്ച് അല്ലെങ്കിൽ ക്ഷയിച്ച് വരുന്ന ഒരവസ്ഥ. ഇനി നമുക്ക് കുറച്ചും കൂടിയും യുവത്വം നിലനിർത്താം, എന്തൊക്കെ രീതിയിൽ നമ്മളത് ശ്രമിക്കണം നന്നായി ജീവിക്കാനായിട്ട് നോക്കാം. മെയിൻ ആയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് കൊണ്ട് ഒഴിവാക്കുന്ന അവസ്ഥ, അതായത് കിഡ്നീസ്, പിന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതായത് ദഹനേന്ദ്രിയങ്ങള്, ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും നമ്മുടെ വേസ്റ്റ്, സ്കിൻ, ചർമ്മം എല്ലാം നമ്മുടെ വേസ്റ്റ് കളയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് കുറച്ചും കൂടിയും ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻ സ്പീഡാവുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള വിഷാംശങ്ങളൊക്കെ പുറത്ത് കളയാൻ വേണ്ടി നമുക്ക് എളുപ്പം കഴിയുന്നു. അതേപോലെ നാരുകൾ അടങ്ങിയ ഭക്ഷണം എന്തിനു വേണ്ടിയിട്ടാണ് കഴിക്കുന്നത്? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓട്സ്, ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് മലവിസർജനം വളരെ കൃത്യമായി രാവിലെ തന്നെ കറക്റ്റായിട്ട് നടക്കുന്നു. അതുവഴി നമുക്ക് നമ്മുടെ ഒന്നും കൂടി നമുക്ക് വേഗത്തിൽ നമ്മുടെ വേസ്റ്റ് പുറന്തള്ളാൻ സാധിക്കുന്നു. ഇനിയുള്ളത് എക്സർസൈസ് ചെയ്യുക എന്നുള്ളതാണ്. വേർക്കുന്ന സമയത്ത് അതിലൂടെ ഒരുപാട് ടോക്സിൻസ് പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്നു. ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഉറങ്ങുക എന്നുള്ളതാണ്. ഒരു 6 മണിക്കൂറെങ്കിലും തുടർച്ചയായി ഉറങ്ങാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബ്രെയിനിന്റെ ഹെൽത്ത് കുറച്ചും കൂടി മെച്ചപ്പെടുത്താനും ഓർമ്മ പോകുന്നത് തടയാനും നമുക്ക് കഴിയുന്നു. അത് നമുക്ക് ബ്രെയിനിനും ഇതേപോലെ തന്നെ ഒരു ബ്രെയിൻ എക്സർസൈസസും നമ്മുടെ എന്തിന് ആവശ്യമാണ്, ശാരീരികമായും മാനസികമായും നമ്മൾ യുവത്വം നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇനി ചെയ്യാൻ കഴിയുന്നത് ഭക്ഷണത്തിൽ കഴിക്കേണ്ട സാധനങ്ങൾ, പ്രത്യേകിച്ച് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ. സ്കിന്നിന്റെ അടിയിൽ ഒരു നമ്മുടെ ഫാറ്റ്, മസിൽസ്, ഇങ്ങനെയാണ് നമ്മുടെ ശരീരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ പ്രോട്ടീൻ കഴിക്കുമ്പോൾ, അതായത് പ്രോട്ടീൻ ഉള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറച്ചി, മീന്, മുട്ട, അല്ലെങ്കിൽ പനീർ, അങ്ങനത്തെ വെജിറ്റേറിയൻസ്, പയർവർഗ്ഗങ്ങൾ, ഇതിലെല്ലാം നല്ല രീതിയിൽ പ്രോട്ടീൻ ഉണ്ട്. നട്ട്സ്, പാല്, ഇതെല്ലാം കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മസിൽസിന്റെ ഒരു ഹെൽത്ത് ബെറ്റർ ആവുന്നു. അതുവഴി നമ്മുടെ സ്കിന്ന് ചുളിയാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയുന്നു. ഇതേപോലെ തന്നെ നമുക്ക് വൈറ്റമിൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. A, B, C
എന്ന് പറഞ്ഞ ഒരുപാടുണ്ട്. അതിൽ പ്രത്യേകിച്ചും ഡി കിട്ടുന്ന നമ്മുടെ സൺലൈറ്റ് രാവിലെയും വൈകുന്നേരം കൊള്ളുവാനും അതേപോലെ ഉച്ചത്തെ അൾട്രാവയലറ്റ് റേസ് നമ്മൾ കൊള്ളാതിരിക്കാനും ശ്രമിക്കേണ്ടതാണ്. ഇത് നമ്മുടെ സ്കിന്നിന് ഉച്ചത്തെ UV റേസ് വളരെയധികം മോശമാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് നല്ല വെളിച്ചം, അതായത് രാവിലെ വരുന്ന വെളിച്ചവും വൈകുന്നേരം വരുന്ന വെളിച്ചവും കിട്ടണം. കാരണം വൈറ്റമിൻ ഡി നമുക്ക് ആവശ്യവുമാണ്. അത് ശ്രദ്ധിച്ച് അതുപോലെ ചെയ്യുക. ഇനിയുള്ളത് വൈറ്റമിൻ കഴിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ പ്രോട്ടീൻസിന്റെ ഉപയോഗം അത് ഏറ്റവും ആവശ്യമാണെന്ന് പറഞ്ഞു. നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളും നിർബന്ധമാണ്. ഇങ്ങനെ ഭക്ഷണത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി മൊത്തത്തിൽ പറഞ്ഞാൽ നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റ്, സമീകൃത ആഹാരം പാലിക്കാവുന്നതാണ്. അതിന്റെ കൂടെ തന്നെ ഈ രാത്രി ഒത്തിരി ലേറ്റ് ആയിട്ടുള്ള ഭക്ഷണം കൂടി ഒഴിവാക്കുക. കാരണം രാത്രിയുള്ള ഭക്ഷണം ബാക്കി നമ്മുടെ പ്രവർത്തനങ്ങളെ സ്ലോ ഡൗൺ ചെയ്യുന്നു. എത്രയോ നേരം നമ്മൾ നമ്മുടെ ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ദഹനേന്ദ്രിയങ്ങൾക്കും കുറച്ച് റെസ്റ്റ് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, ഇതെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. പ്രോസസ്ഡ് ഫുഡ്സ്, അതേപോലെ സംസ്കരിച്ച ഭക്ഷണങ്ങൾ, പഞ്ചസാര, വെള്ള കളറിലുള്ള മെയിനായിട്ട് വൈറ്റ് ഷുഗർ ഒഴിവാക്കുക. കഫീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, കൊക്കക്കോള അങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മദ്യപാനം, പുകവലി, ഡ്രഗ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളും മാക്സിമം നമ്മുടെ ശരീരത്തിലോട്ട് വിഷാംശം കൊണ്ടുവരുന്ന സാധനങ്ങൾ മാക്സിമം എടുക്കാതെ ഇരിക്കുക. അതേപോലെ തന്നെ മറ്റുള്ള പുറന്തള്ളാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കൂട്ടുകയും ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നോക്കിയാലും നമുക്ക് എന്ത് ബാക്കി നിൽക്കും? ഇപ്പൊ നമ്മൾ ഫിസിക്കലി ഒത്തിരി ബെറ്ററായി, ശാരീരികമായി കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മെന്റലി, മാനസികമായും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സന്തോഷം നിലനിർത്താൻ വേണ്ടി നമുക്ക് യോഗ, മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസസ് ഒക്കെ ഫോളോ ചെയ്യാം. ഓർമ്മക്കുറവ് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർമ്മക്കുറവ് എപ്പോഴും നമുക്ക് നേരത്തെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനുവേണ്ടി കുറച്ച് വയസ്സാവുന്ന ആളുകളിൽ ഒരു പ്രവണതയാണ് പിന്നെ അങ്ങോട്ട് എന്താ പറയുന്നത്, ഒരു മടിശീലം കൊണ്ടുവരാതിരിക്കുക. അതായത് റെഗുലർ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, അതിലിപ്പോൾ രാവിലെ എന്താ പറയുക, എഴുന്നേൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പിന്നെ പ്രാഥമിക കർമ്മങ്ങൾ കഴിഞ്ഞ് കുളിച്ച് ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെയുള്ള ഓരോ ചിട്ടയായിട്ട് ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചുകൊണ്ട് അത്രയും കാര്യങ്ങൾ തന്നെ മുഴുവനായും അന്നത്തെ ദിവസം ചെയ്തു തീർക്കാനെങ്കിലും ഒത്തിരി വയസ്സായവരെ ശ്രദ്ധിക്കണം. കാരണം അത് നമ്മുടെ ബ്രെയിനിന് ഒരു ഹെൽത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസും സന്തോഷവും കൂടുന്നത് കാണാം. അതുപോലെ തന്നെ ചെറുപ്പക്കാരിലും ഇങ്ങനെ ഓർമ്മ പ്രശ്നം വരുന്നു എനിക്ക് തോന്നുന്നു എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലാംഗ്വേജസ് പഠിക്കാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, തീരുമാനങ്ങൾ എടുക്കാം, ഒരു കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നടത്തി കൊണ്ടുവരാം, പേരക്കുട്ടികളെ പഠിപ്പിക്കാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് വണ്ടി ഓടിക്കുക, അങ്ങനെ കൊണ്ടുപോവുക, പോയി കൊണ്ടുവരിക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഏതാണോ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്നത്, നമ്മുടെ ബ്രെയിൻ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നത്, ഈവൻ പസിൽസ് കളിക്കാം, ലൂഡോ പോലത്തെ എന്തെങ്കിലും കളികളിൽ ഏർപ്പെടാം. ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതിലെല്ലാം ചെയ്യണം. ഒരിക്കലും നമ്മൾ വെറുതെ ഇരിക്കരുത് ഫിസിക്കലി ആൻഡ് മെന്റലി. അതായത് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, നടന്ന് ചെയ്യേണ്ടത് നടന്ന് തന്നെ ചെയ്യുക എന്ന് പറയുന്ന പോലെ തന്നെ മെന്റലി നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഗെറ്റ് ടുഗദർ പങ്കെടുക്കുക, ആളുകളുമായി മിങ്കിൾ ചെയ്യുക, സംസാരിക്കുക, ഇതെല്ലാം നമ്മുടെ മെന്റൽ ഹെൽത്തിനും ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഞാൻ പറയുന്ന പോലെ തന്നെ സ്കിന്നിലെ ചുളിവുകൾ ശാന്തമാക്കിയിട്ട്, അതായത് ഭംഗിയാക്കുന്നത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വാർദ്ധക്യം എന്നതുകൊണ്ട് സ്കിന്നിലെ ചുളിവുകൾ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് വാർദ്ധക്യം വന്നിട്ടില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും ഫിസിക്കലി ആൻഡ് മെന്റലി ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ഇതൊക്കെ ചെയ്തിട്ടും ഡോക്ടറെ ഇങ്ങനെ ചോദിക്കാം, ഇത്രയെല്ലാം ചെയ്തിട്ടും ആൾക്കാർ മരിക്കുന്നില്ലേ എന്ന് ചോദിക്കാം. ശരിയാണ്, നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആണ്, നമുക്ക് അറിയില്ല നാളെ നമുക്ക് എന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ല. പക്ഷെ എങ്കിലും ഉള്ള സമയം നമ്മൾ നല്ല ആരോഗ്യമായി, അതേപോലെ തന്നെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നല്ലവണ്ണം നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി നമുക്ക് വേണ്ടി കുറച്ച് നേരം നമ്മൾ മാറ്റി വെക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുന്നത് കാണാം, നമ്മുടെ ഉള്ളിലെ സന്തോഷം കൂടുന്നത് കാണാം. അങ്ങനെ നമുക്കൊരു സെൽഫ് ലവ്, നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹം ഉണ്ടാകുകയും അതേപോലെ തന്നെ ആരോഗ്യത്തോടെ കുറേ കാലം ജീവിക്കാനും
നമുക്ക് സാധിക്കും. ഇങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ തുടർന്ന് കൊണ്ടുപോകണം. ഒരു മാറ്റമെങ്കിലും നമ്മൾ ഇതിലൂടെ വരുത്തുക. ഇത് കേൾക്കുന്നവരിൽ ഒരു മാറ്റം വരുത്തുക. പതിയെ 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 ഓരോരോ മാറ്റങ്ങൾ വരുത്തുക. അങ്ങനെ വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇങ്ങനെയുള്ള ഹെൽത്ത് ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരമാകുന്നു എങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ആരോഗ്യ നുറുങ്ങിന് വേണ്ടി കാത്തിരിക്കുക. താങ്ക് യു.